പഴയ മുംബൈ തിരിച്ചെത്തിയിരിക്കുകയാണ്. മികച്ച വിജയമാണ് മുംബൈ ഇന്ന് സ്വന്തമാക്കിയത്. 54 റൺസിനാണ് മുംബൈ ഇന്ന് കളി ജയിച്ചിരിക്കുന്നത്. ആ പഴയ മുംബൈ ടീമിനെ നമ്മൾ ഒരിക്കൽ കൂടി കണ്ടിരിക്കുകയാണ്. മുംബൈ ടീമിലെ എല്ലാ താരങ്ങളും ഒരുമിച്ച് ഫോമായിരിക്കുകയാണ്. സൂര്യകുമാർ മികച്ച ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. അതുപോലെ അവരുടെ ഓപ്പണർ റിക്കൾട്ടനും അടിച്ചു കളിച്ചു. രോഹിത് ശർമ്മ ഇന്ന് നിറമങ്ങി. എങ്കിലും മുംബൈ ഇന്ത്യൻസ് മികച്ച സ്കോറാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ലക്നൗ മുംബൈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ഇന്ത്യൻസിന്റെ കളി കണ്ട് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ മത്സരങ്ങളിൽ ഫ്ലോപ്പായിരുന്നു മുംബൈ ടീം. എന്നാൽ ഇപ്പോൾ അവർ കത്തിക്കയറിയിരിക്കുകയാണ്. ശക്തമായി ടൂർണമെന്റിലേക്ക് മുംബൈ ടീം തിരിച്ചെത്തി. തോൽവി എന്താണെന്ന് അറിയാതെയാണ് മുംബൈ ടീം മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് മുംബൈ ആയിരുന്നു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ 215 റൺസാണ് മുംബൈ ടീം അടിച്ചുകൂട്ടിയത്. മുംബൈ ടീമിലെ എല്ലാ താരങ്ങളും നന്നായിട്ട് ഫോമായി. പക്ഷേ രോഹിത് ശർമ്മ പെട്ടെന്ന് ഔട്ടായി. സാധാരണ രോഹിത് 50 അടിക്കാറുണ്ട്. എങ്കിലും മുംബൈ ടീം മികച്ച ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. സെക്കൻഡ് ബാറ്റിംഗിൽ ലക്നൗ ടീമിന് ജയിക്കാൻ സാധിച്ചില്ല. 20 ഓവറിൽ ലക്നൗ ടീം 161 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 54 റൺസിന്റെ വലിയ വിജയമാണ് മുംബൈ ടീം ഇപ്പോൾ നേടിയിരിക്കുന്നത്. മുംബൈ ടീം ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം കപ്പടിക്കുമെന്നത് ഉറപ്പാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും മുംബൈ ടീം ഒരുപോലെ തിളങ്ങുന്നുണ്ട്. മുംബൈ ആരാധകർ വളരെ ആവേശത്തിലാണ്. കാരണം ഇതുപോലത്തെ മുംബൈ ടീമിനെയാണ് അവർ സ്വപ്നം കണ്ടത്. എല്ലാ മാച്ചിലും പോസിറ്റീവ് മനോഭാവത്തോടു കൂടിയാണ് മുംബൈ ടീം കളിക്കുന്നത്. മുംബൈ ഇപ്പോൾ 70% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഓരോ മാച്ച് കഴിയുന്തോറും മുംബൈ ടീമിന്റെ ശക്തി കൂടി വരികയാണ്. മുംബൈയെ കണ്ട് എതിർ ടീമുകൾ പേടിച്ചിരിക്കുകയാണ്. ബാറ്റിംഗിൽ മാത്രമല്ല ബൗളിംഗിലും മുംബൈ ടീം അതേ കൺസിസ്റ്റൻസി കാഴ്ചവെക്കുന്നുണ്ട്. രോഹിത് ഇന്ന് ഫ്ലോപ്പായതാണ് ആരാധകർക്ക് വിഷമമായത്. അവസാനത്തെ 2 മാച്ചിലും രോഹിത് ശർമ്മ കത്തിക്കയറിയിരുന്നു. എങ്കിലും ഇപ്പോൾ മുംബൈ ടീം സെറ്റാണ്. എല്ലാവരും ഒരുമിച്ച് ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.